ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ്, മെയിൻ റോഡ്, വടക്കാഞ്ചേരി. ഫോൺ നമ്പർ 9744335592. തൃശൂർ ഇനി കലയുടെ പൂരനഗരി. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. കലയാണ് കലാകാരന്റെ മതമെന്നും മനുഷ്യരെ ഒന്നിപ്പിക്കുന്ന ആശയമാകണം കലയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അത്ഭുതകരമായ സിദ്ധിയാണ് കല. അത് പ്രകടിപ്പിക്കുന്നവരെയും ആസ്വദിക്കുന്നവരെയും ഒരേപോലെ ആനന്ദിപ്പിക്കുന്നു. ആനന്ദം സൃഷ്ടിക്കുകയാണ് കലാകാരന്മാർ ചെയ്യുന്നത്. ചിത്രകാരൻ വരയും വർണ്ണങ്ങളും കൊണ്ട് ആനന്ദം സൃഷ്ടിക്കുന്നു. ഗായകർ സ്വരം കൊണ്ടാണ് അത് ചെയ്യുന്നത്. അഭിനേതാക്കൾ ശരീരം കൊണ്ടും ശബ്ദം കൊണ്ടും മുഖഭാവം കൊണ്ടും എല്ലാം അത് സൃഷ്ടിക്കുകയാണ്. ആത്യന്തികമായി ഇവരെല്ലാം ആനന്ദാനുഭവം സൃഷ്ടിക്കുക തന്നെയാണ് ചെയ്യുന്നത്. തൃശൂർ തേക്കിൻകാട് മൈതാനിയിലെ സൂര്യകാന്തി വേദിയിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കലോത്സവത്തിന് തിരി തെളിയിച്ചു. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി മന്ത്രി ഡോക്ടർ ആർ ബിന്ദു, കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി എന്നിവർ വിശിഷ്ടാതിഥികളായി. സർവമായ എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധേയായ റിയ ഷിബു ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. മറ്റ് മന്ത്രിമാർ, MLA മാർ, മേയർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ കളക്ടർ, സിറ്റി പോലീസ് കമ്മീഷണർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഉദ്ഘാടനത്തിന് മുന്നോടിയായി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പതാക ഉയർത്തിയതോടെയാണ് കൗമാരകലയുടെ മഹാമേളയ്ക്ക് ഔദ്യോഗിക തുടക്കമായത്. 5 ദിവസങ്ങളിലായി 25 വേദികളിലായി 15,000 കൗമാര പ്രതിഭകൾ മാറ്റുരയ്ക്കും. 18-ന് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ മോഹൻലാൽ മുഖ്യാതിഥിയാകും. തൃശൂർ നഗരത്തിലുടനീളം വിവിധ പൂക്കളുടെ പേരുകൾ നൽകിയുള്ള വേദികളിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. Panisa,